വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 10-ാം സങ്കീർത്തനം 1-ാം വാക്യം യഹോവയോടുള്ള 2 ചോദ്യങ്ങളാണ്. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? യഹോവേ, നീ കഷ്ടകാലത്ത് മറഞ്ഞു കളയുന്നതും എന്ത്? ഈ ചോദ്യങ്ങൾ തന്നെ പലപ്പോഴും ദൈവത്തോട് നാമും ചോദിച്ചിട്ടില്ലേ? കഷ്ടകാലത്ത് കർത്താവ് കൂടെ ഉണ്ടെന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസം എപ്പോഴും സഫലമാകുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഈ വിധത്തിൽ ഉയരുന്ന ചോദ്യങ്ങളിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. ദൈവത്തെക്കുറിച്ച് യെശയ്യാവ് പറയുന്നത് ഇസ്രായേൽ രക്ഷിതാവായി ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു എന്ന യെശയ്യാവ് 45:15. നമ്മളെ ദൈവം സ്വയം വെളിപ്പെടുത്തിയവനും യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ടവനും ആണ്. അതേസമയം ദൈവം തന്നെ മറച്ചു വെക്കുന്നവനുമാണ് എന്നത് വിസ്മരിക്കപ്പെടുവാനും പാടില്ല. യേശു കർത്താവിൻ്റെ പ്രസ്താവനകളിലും പ്രവർത്തനങ്ങളിലും സ്വയം വെളിപ്പെടുത്തുന്നതിനോടൊപ്പം മറഞ്ഞു നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞൊരു പ്രസ്താവനയാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നത്. അതായത് യേശു പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കണം, കാണുവാൻ കണ്ണുള്ളവൻ യേശു ചെയ്യുന്നത് കാണണം, ഗ്രഹിക്കുവാൻ സന്നദ്ധതയുള്ളവൻ യേശു പറയുന്നത് ഗ്രഹിക്കണം. യേശു എല്ലാവരോടുമാണ് സംസാരിച്ചത്. എന്നാൽ ചിലർ മാത്രമേ യേശു ചെയ്തതും പറഞ്ഞതും കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുള്ളൂ. ചിലരോ കണ്ടു കേട്ടു, പക്ഷേ അവർ ഗ്രഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ല. അതായത് ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ ചിലർ കൂടെയുള്ള യേശുവിനെ കാണുകയും അവൻ്റെ കരുതൽ അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ മറ്റു ചിലർക്ക് അവരുടെ കഷ്ടതകളുടെ സാഹചര്യത്തിൽ യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും കാണുവാനോ അനുഭവിപ്പാനോ കഴിഞ്ഞില്ല. യേശുവിനെ രക്ഷകനായി കാണുന്നവർക്ക് മാത്രമേ അവൻ്റെ കരുതൽ അനുഭവമാക്കുവാൻ കഴിയൂ. പുരുഷാരം യേശുവിനെക്കുറിച്ച് അവൻ പ്രവാചകന്മാരിൽ ഒരുവനാണ്, അവൻ ഏലിയാവാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പത്രോസ് പറഞ്ഞത് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവെന്നാണ്. പത്രോസിനേക്കാൾ ഒരു പടി കൂടി ഉയർന്ന് തോമസ് പറഞ്ഞു, യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്. ദൈവം നമ്മുടെ പിതാവും രക്ഷകനും സ്നേഹിതനും ഒക്കെയാണ്. അവൻ നമ്മളുടെ ഒരു കളിപ്പാവയല്ല. ഏതു സമയത്തും എവിടെയും സഹായിപ്പാൻ യേശു കൂടെയുണ്ട്. അത് പറഞ്ഞ് നമ്മുടെ ഇഷ്ടാനുസരണം സ്ഥാനത്തും അസ്ഥാനത്തും യേശുവിനെ വിളിച്ചു വരുത്തുവാൻ തക്കവണ്ണം നമ്മുടെ അടിമയല്ല അവൻ. എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് യേശു ഒരിക്കലും സമീപസ്ഥനായിരിക്കുകയില്ല. ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ കൽപ്പനയിൽ ഒന്നാമത്തേത് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്നും തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കും എന്നുമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ മഹാപുരോഹിതനായ സ്കേവയുടെ 7 പുത്രന്മാർ യേശു ആരെന്ന് മനസ്സിലാക്കാതെ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാവിനെ പുറത്താക്കുവാൻ ശ്രമിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവരോട് ദുരാത്മാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്ക് പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരാണ്? തുടർന്ന് ദുരാത്മാവ് അവരുടെ മേൽ ചാടി വീണ് അവരെ കീഴടക്കിയെന്ന ഇവിടെ വായിക്കുന്നത്. പ്രവൃത്തി 19:13 മുതൽ 16 വരെ. ദൈവത്തെ വ്യക്തിപരമായി അറിയാത്തവർക്ക് ദൈവം ദൂരം നിൽക്കുന്നവനും മറഞ്ഞിരിക്കുന്നവനുമാണ്. ദൈവത്തെ കാണേണ്ട സ്ഥാനത്ത് കാണുവാൻ ശ്രമിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അവൻ നമുക്ക് മറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ എല്ലാം ദൈവത്തെ കാണണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. സുഖത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും മാത്രം ദൈവത്തെ തേടുന്നവരുമുണ്ട്. ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒന്നും ദൈവത്തിന് പങ്കില്ല എന്ന് ഇങ്ങനെയുള്ളവർ ചിന്തിക്കുന്നു. പലരും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും കഷ്ടാനുഭവങ്ങളുടെയും മധ്യത്തിൽ അവ ദൈവത്തിന് ശിക്ഷയായിട്ടാണ് കാണുന്നത്. എന്നാൽ പ്രതികൂലങ്ങൾ ശിക്ഷയല്ല, അവ നമുക്ക് രക്ഷാദുർഗമായിരിക്കാം. പ്രതികൂലങ്ങളിൽ കർത്താവ് മാറി നിൽക്കുന്നില്ല, അവൻ കൂടുതൽ അടുത്തു വരികയാണ് ചെയ്യുന്നത്. പക്ഷേ പലരും പ്രതികൂലങ്ങളിൽ കർത്താവിൽ നിന്ന് ഓടി മാറുവാനാണ് ശ്രമിക്കുന്നത്.
പകരം കഷ്ടാനുഭവങ്ങളിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ തയ്യാറാകണം. നമ്മുടെ പാപമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. യെശയ്യാവ് പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. യെശയ്യാവ് 59:1-2 വാക്യങ്ങൾ. പാപമേറ്റു പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുമെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന കർത്താവിനെ കാണുവാൻ കഴിയും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. മത്തായി 5:8. കർത്താവേ, എന്നിൽ നിന്നും നിന്നെ മാറ്റി നിർത്തുന്ന സകല പാപത്തെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ തക്കവണ്ണം നിന്റെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ. ആമേൻ.